ഹലോ ഗായ്സ് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് നെതറിൽ പോകണം. അപ്പം ഞാനിവിടെ ഓഫ് ക്യാമറ സൂപ്പർ ഗ്രാൻഡിങ്ങിലായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ക്രീപ്പർ ഫാം, ഒരു സ്റ്റോൺ ജനറേറ്റർ, ഒരു സ്ട്രിങ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഫാം, ഈ 3 ഫാം ഞാനിവിടെ ഓഫ് ക്യാമറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഞാനൊരു ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. അൺബ്രേക്കിംഗ്, മെൻഡിങ് ഫ്ലെയിം, പവർ 5 ഇത്ര ആഡ് ചെയ്തൊരു സൂപ്പർ ഗോഡ് ബോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ. സാധനം നല്ല എഫിഷ്യൻ്റ് ആണ്, പക്ഷേ നമുക്ക് കുറച്ച് സമയം പോകുന്നേ ഉള്ളൂ. എഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്പീഡ് മൈൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് സമയം പോകും. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് സ്കെൽട്ടനെ തട്ടിയിട്ടുണ്ട്. അവൻ ഇച്ചിരി പണിയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ. അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സ്ട്രിങ് ഫാം ഇരിപ്പുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം ഇനി. അപ്പോൾ ഗായ്സ് പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ സ്ട്രിങ് ഫാം. ഇത് നല്ല എഫിഷ്യൻ്റ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു 5 മിനിറ്റ് വേണ്ട ഗായ്സ് ഇന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ. അത് ഓൺ ആകുമ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചു തന്ന അതിന് ആ ടെസ്റ്റ് ചെയ്യാൻ എവിടെ സ്റ്റോർ ചെയ്യും. നമുക്ക് നെതറൈറ്റ് മൈനിങ്ങിനൊക്കെ ബെഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരും, നമുക്ക് ഒത്തിരി TNTയുടെ ആവശ്യമില്ല. അപ്പം നമ്മുടെ ഓക്കിക്കൂട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. അവനായിരുന്നു നമ്മുടെ ഈ ബിൽഡിനൊക്കെ സഹായിച്ച് മെയിനായിട്ട്. എനിക്കൊന്ന് കളഞ്ഞു പോയായിരുന്നു. പിന്നെ ഞാൻ അവനെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പേരിട്ട് കൊടുക്കണം. നമ്മുടെ നെയിം ടാഗ് വെച്ച് ഇവനും കൊടുക്കണം. എന്നിട്ട് നമുക്കിനി നമ്മുടെ ക്രീപ്പർ ഫാമിലോട്ട് പോകാം, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ ക്രീപ്പർ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീപ്പർ ഫാം. ഞാനൊരു FK സ്പോട്ടൊക്കെ മണ്ടയിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സാധനം എഫിഷ്യൻ്റ് ആണോ ചോദിച്ചാൽ എഫിഷ്യൻ്റ് ആണ് ഗൈസ്. 5 മിനിറ്റ് തിന്നപ്പോഴത്തേന് എനിക്ക് 4 സ്റ്റാക്ക് എടുത്ത് ഇത് കിട്ടി ഗൈസ്. എന്നാ എഫിഷ്യൻ്റ് എന്നറിയോ? അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ഐസ് ബ്ലോക്ക് വന്നെന്ന്. അപ്പം എൻ്റെ ബൂട്ടിൽ മറ്റേ പോസ്റ്റ് വാക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിലൂടെ നടക്കുമ്പം ഐസ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാര്യമാക്കണ്ട. അപ്പം നമ്മൾ ഈ ജസ്റ്റ് തുറന്ന് നോക്കുമ്പം നിങ്ങൾക്ക് കാണാൻ തന്നെ 4 സ്റ്റാക്ക് വെറും 5 മിനിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് നിന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ. ഇത് നല്ല പാടായിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൻ്റെ മണ്ടേ ക്രീപ്പർ ഫോണാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ടോർച്ച് ചെയ്യാൻ നിർത്തി ഞാൻ കുറച്ച് ദൂരത്തോട്ട് പോയിട്ട് അമ്മമാരെ ഡീസ്പോൺ ആക്കിയിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ടോർച്ച് വെക്കുന്നത്. അല്ലെങ്കിൽ അമ്മമാർ പിന്നെ സ്പോൺ ആക്കിക്കൊണ്ടിരിക്കും. അപ്പം അതത്രയും തീർത്ത് നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണൊരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ഗൈസ് നിങ്ങൾ ഇനി ഞാൻ നെതറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ നെതറിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോട്ടോസ് പിടിക്കണം. അപ്പം ഞാൻ ആ ഫോട്ടോസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ പോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ബാസ്റ്റർ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ചെസ്റ്റൊക്കെ കണ്ടു. നമ്മൾ ഇപ്പോൾ റീഡ് ചെയ്യുന്നില്ല, നമുക്ക് അതിന് വേണ്ടി തന്നെ ഒരു എപ്പിസോഡ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫോട്ടോസ് കണ്ടുപിടിക്കാനുള്ളൊരു യാത്ര തുടരാം. അപ്പോൾ ഗൈസ് ഞാനൊരു സോൾ സാൻഡി ബയോമിൽ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ നല്ല ലാഗുണ്ട് ഗൈസ്. ഞാൻ നൈറ്റ് വിഷൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ലാഗുണ്ട്. നമ്മുടെ ബാസ്റ്റേൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ സോൾ സാൻഡി ബയോമുള്ളത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ബോൺ എടുത്തുകൊണ്ട് പോയേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വരേണ്ട ആവശ്യമില്ല. ആരടിക്കുന്നത്? മുതലാളി വന്ന് മുതലാളിയെ കൊന്നു ഗൈസ്. നിങ്ങൾ വല്ലതും കണ്ടോ? ഞാൻ ഇവിടെ ചെറിയൊരു ഇത് കണ്ടു, ഒരു ഫോട്ടോസ് അല്ലേ അത്. അപ്പോൾ ഗൈസ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ബാസ്റ്റേൺ, ഒരു സോൾ സാൻഡ് ബയോം വിത്ത് ഫോട്ടോസ്. അപ്പം നമുക്കിന്ന് ഗോളിൻ്റെ മഴയാണ്. എൻ്റെ ദേഹത്ത് ഫുള്ള് ഒരാരോ ഉള്ളൂ, എന്നാലും ഇരിക്കട്ടെ ഒരു ഗുമ്പിന്. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ ഫോട്ടോസിൻ്റെ അകത്തോട്ട് കയറാനുള്ള വഴി നോക്കാം. ഫോട്ടോസിൻ്റെ മണ്ണിലോട്ട് കയറാം, ബ്ലോക്ക് ഇട്ട് കയറാം. അപ്പോൾ മണ്ണിൽ ചെന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടി. അയ്യോ സ്പോണറിൻ്റെ അകത്ത്. അയ്യോ ഗായ്സ് പണി കിട്ടി. നമ്മൾ കറക്റ്റ് സ്പോണറിൻ്റെ അകത്ത് വന്നു ഗൈസ്. നമ്മളിവിടെ കുഴിയിട്ട് മൂടിയേക്കുവാണ്. നമുക്ക് അങ്ങോട്ട് ചെന്നാൽ പണി കിട്ടും. ഞാൻ കറക്റ്റ് കയറിയത് ബേസിൻ്റെ സ്പോണറിൻ്റെ അകത്താണ്. നമുക്ക് അമ്മമാരെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുക. ഇങ്ങോട്ട് നല്ല ഡാമേജ് ഗൈസ്. നമ്മുടെ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടൊക്കെ ഡാമേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് കുറച്ച് സേഫായിട്ട് കളിക്കണം. ഇവിടെ വന്നിട്ട് ചത്തിട്ട് പോയാൽ തേഞ്ഞു പോകും ഗൈസ്. എനിക്ക് വലിയ എയിമൊന്നുമില്ല ഈ ബോണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്നിട്ട് പ്ലാൻ ഇട്ടിട്ട് നമുക്ക് പോകാം. ഞാനൊരു ഐഡിയ ചെയ്തല്ലോ, നമുക്ക് ഇവിടുന്ന് കുഴിച്ചുമാരടിക്കാൻ പിന്നെ വഴിയുണ്ടോ? താഴോട്ട് കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയാലോ? നമുക്ക് അമ്മമാരെ ഓരോരുത്തരായിട്ട് അടിക്കാം. അമ്മമാർ നല്ല ഡാമേജാണ്. അപ്പോൾ ഗൈസ് ഒരുത്തനെ കിടന്നിട്ടുണ്ട്. 4 ബ്ലേസോടെ ഒരുത്തൻ. ഏതാ? നമുക്കൊരു 20 ബ്ലേസോടെ ഒപ്പിച്ചിട്ട് നമുക്ക് പോകാം. നല്ല ഡാമേജ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേണം കള്ളപ്പടുകളെ. അപ്പോൾ ഗൈസ് ഞാനിവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് കൊല്ലട്ടെ. ഗൈസ് നമുക്ക് 7 ബ്ലേസർ കൂടി ഇട്ടിട്ടുണ്ട്. ഏതാ?
നല്ല എഫിഷ്യൻ്റ് ഗൈസ്. നമ്മുടെ ലൂട്ടിങ് കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി കൂടെ ഏറെ കിട്ടുന്നത്. അമ്മമാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല. മണ്ടലോട്ട് പോയിട്ട് താട്ടിറങ്ങി വരാം. അരലുണ്ടോ 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 അരലുണ്ടോ? അയ്യോ ഇപ്പൊ ചത്തേനെ. അമ്മമാരുടെ മടയിലേക്ക് കയറി കൊടുത്ത്. സമയം ഇറങ്ങി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ചെറിയൊന്ന് കയറി നോക്കിയാലോ. ആദ്യത്തെ മതിലുണ്ട്, അവൻ തീർന്നിട്ടുമുണ്ട്. നമുക്ക് ബ്ലേസ് റോഡ് തന്നില്ലേ ഗൈസ്? നമുക്ക് ബ്ലേസ് റോഡ് തന്നില്ല ഗൈസ്. ഗൈസ് നല്ല ഹെൽത്ത് നല്ലപോലെ പറയുന്നുണ്ട്. അപ്പൊ ഗൈസ് ഒരു 20 ബ്ലേസ് റോഡ് എന്ന് പറഞ്ഞ് നിന്നാ എനിക്കിപ്പോ 31 ബ്ലേസ് റോഡ് കിട്ടി ഗൈസ്. ഞാനിവിടെ നല്ലപോലെ നിന്ന് കൊന്നു. ഒരു 5 മിനിറ്റ് നിന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ ബ്ലേസ് റോഡ് ഗൈസ്. ലൂട്ടിങ് കണ്ടാണോ ഗൈസ്? നമുക്ക് ഇനി ഇവിടെ ലൂട്ട് ചെയ്യണം. മെയിനായിട്ട് നമുക്ക് ഇനി ഇവിടെ ലൂട്ട് ചെയ്യണം ഗൈസ്. അതാണ് അടുത്ത പരിപാടി. ഏതാ ഇത്? അപ്പൊ നമുക്കിനി വേറൊരു വശത്തോടെ നമുക്ക് ലൂട്ട്. അയ്യോ ലാവ ലാവാ. നമുക്ക് ഇവിടുന്ന് ബ്ലോക്ക് ഇട്ട് മേലോട്ട് പോവാം, അതാ സേഫ് നമ്മുടെ. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഓടിയേക്കാം, വെറുതെ അമ്മ അടി കൊണ്ട് ചാകണ്ട. ഇതുവരെ ചത്തില്ല. നമുക്കിനി ഇങ്ങോട്ട് വല്ലതും നോക്കാം. വിതർസ്കൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയേണ്ട അഡ്വാൻസ്മെന്റ് ആണോ എന്ന് അറിയത്തില്ല. എനിക്ക് അഡ്വാൻസ്മെന്റിനെ കുറിച്ചൊന്നും ഒരു പിടിയില്ല. അയ്യോ അവിടെ നമുക്ക് പറ്റിയ ഏരിയ അല്ല. നമുക്ക് ഇതിനവിടെ ഒന്ന് ഫുള്ള് ചുറ്റിക്കാണാം. വല്ല ചെസ്റ്റും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെതർവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ള് കളക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് സോൾസാനും കൊണ്ടുപോകാം. അപ്പോൾ നെതർവാട്ട് ഫുള്ള് എടുത്തേക്കാം. ഇത് നമുക്ക് അതിൻ്റെ പോർഷനാണ് ഉണ്ടാക്കാൻ ആവശ്യം വരും. പക്ഷേ നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ചെസ്റ്റ് ഞാൻ കാണുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്തേക്കാം. ഒന്നും നോക്കണ്ട, എല്ലാം എടുത്തേക്കാം. അടുത്ത് തന്നെ ഒരു ചെസ്റ്റ്. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് ഡ്രിം കിട്ടിയിട്ടുണ്ട്. സ്മിത്തിങ് ടെംപ്ലേറ്റാണ്, ഡ്രിം അല്ല സോറി. നമുക്ക് ഇനി നമ്മുടെ ഇൻവെന്ററി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. കുറച്ച് ബ്ലോക്ക് മാത്രം കൈ